Forward, I would like to introduce a very special guest, a dear friend for over a decade, and the visionary who brought BNI to Kerala in 2013, Mr. Anil Kumarji, Executive Director of BNI Cochin Region. Anil's leadership and dedication have been pivotal in making BNI a cornerstone for networking and business growth in our region. His efforts have not only enhanced personal and professional aspiration, but have also fostered a thriving community under the philosophy of Giver's Gain. As a respected business and executive coach with Action Coach since 2012, Anil has empowered countless business owners to surpass industry standards in growth, focusing on profitability that benefits both their enterprises and the broader socio-economic landscape. It's a true honor to have you with us today. Welcoming you, sir, to share a few words. Thank you, Anita. Good afternoon, everyone. Respected dignitaries on the dais and off the dais, dear BNA members as well. So, when it comes to writing a book, I think one of the hidden dream of every individual is that to write a book. നമ്മളാരും പറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആഗ്രഹമാണ് ഒരു ബുക്ക് എഴുതണമെന്നുള്ളത് അല്ലേ? ശരിയല്ലേ? ആരും പറയത്തില്ല എഴുതണം എന്നുള്ളത്, പക്ഷെ ആഗ്രഹം എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. എനിക്കൊണ്ട് ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടേയിരിക്കാം, പക്ഷെ അത് അങ്ങോട്ട് തീരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം ഷീജ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷീജയെ വളരെ അഭിനന്ദിക്കുന്നു. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബുക്ക്, ഇത് കോവിഡ് സമയത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു ബുക്ക്, ശുഭചിന്ത അതിൻ്റെ ഒരു വിസ്മയം, ഒരു ബുക്ക് എഴുതാൻ ഷീജയ്ക്ക് സാധിച്ചു. വളരെ വളരെ അഭിമാനമുണ്ട്. കാര്യം ഷീജ അത് എഴുതിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം ഷീജ ബുക്കിനകത്ത് ജയ്മോനെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരാളായിട്ടും ഷീജ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണായിട്ടും ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും ഷീജ വളരെ മാനുഷികമായിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. ഒരു 2014 BNI 2014 തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ 14 വർഷത്ത് I had some challenges with my health on cervical spondylitis and I had a challenge. അപ്പം പല രീതിയിൽ നമ്മൾ സയൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ട്രൈ അല്ലേ? പക്ഷെ എന്നാലും ശരി, പല രീതിയിൽ പലരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും പറയാം. പക്ഷെ ഈ ഒരു ദിവസം എടുത്തൊന്ന് പറഞ്ഞു, എനിക്ക് ചില വിശ്വാസങ്ങളുണ്ട്, അതിൽ എൻ്റെ കൂടെ എടുത്തൊരു വരൂ. നമ്മൾ എന്താ ശരിയാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഒരു പേടിയുണ്ട്, ചിലപ്പോൾ പറഞ്ഞാൽ വരും. കാര്യം ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എന്നോട് ഒരു കല്ലൂരി പള്ളിയിൽ വരെ എന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രതിപക്ഷം വരാൻ എന്താ, ഞാനാണെങ്കിൽ എല്ലാ ദൈവത്തിനും വിശ്വസിക്കുന്ന ഒരാളുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ശരിയാവും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശരിയായി വരും. അപ്പൊ അന്ന് തൊട്ടേ ഒരു ശുഭചിന്തയുള്ള ഒരാളാണ് ഷീജ. അല്ലാതെ ഷീജ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് മനസ്സിലാവും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കെയറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ആളിനെ ഏറ്റവും സക്സസ്ഫുൾ ആക്കി മാറ്റുന്നത്. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ. എന്നിരുന്നാലും ശരി, അഗ്രസീവ് ബിസിനസ്സിലാവേണ്ടത് ഒരു ആവശ്യം കൂടിയാണ്. ബിസിനസ്സിൽ അഗ്രസീവ് ആകാതിരിക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിനെ കെയർ ചെയ്യാത്തൊരു അവസരമാണ് അല്ലേ? ബിസിനസ്സിനെ കെയർ ചെയ്യുന്നതിന് തുല്യമാണ് ബിസിനസ്സിൽ അഗ്രസീവ് ആവുക എന്ന് പറയുന്നത്. പക്ഷേ ഡോണ്ട് വറി, യു ഹാവ് ബീൻ ഓൾവേസ് എ very very positive and caring person, whether it is your business, whether it is your family, whether it is other people. So I have I've seen 12 years ആയി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. ഇവർ രണ്ടുപേരും കുട്ടികളാണെങ്കിൽ അന്ന് വളരെ ചെറുതാണ്. ഇവരൊക്കെ ഫാമിലി സോഷ്യലിലൊക്കെ വരുന്ന സമയത്ത് വളരെ ചെറുതാണ്. അപ്പൊ എത്രയും വർഷത്തെ ഇപ്പൊ ശീലമാൻ പറഞ്ഞതുപോലെ തന്നെ 12 വർഷത്തെ പരിചയം എനിക്കും ഈ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പാണ് ജയ്മോനത്തിൽ കൊടുത്തു വിട്ടത്. പക്ഷെ 2 ദിവസം ഞാൻ യാത്ര ചെയ്യായിരുന്നു. ഇന്ന് രാവിലെയാണ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് എടുത്തത്. അപ്പം എൻ്റെ ഇളയ മോളുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. മൂത്താൾ MBAക്ക്, ഇളയാൾ 7ാം ക്ലാസ്സിലാണ്. അവളോട് ചോദിച്ചാൽ പുതിയ ബുക്കാണോ ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് വായിച്ചു കഴിഞ്ഞിട്ടാണ് വന്നത് ചോദിച്ചു. പുതിയ ബുക്കാണോ ചോദിച്ചിട്ട് ന്യൂ ബുക്ക് പറഞ്ഞാണല്ലോ. അപ്പോൾ ഗിവ് ഇറ്റ് മീ. അപ്പോൾ അവൾ പെട്ടെന്ന് എടുത്തിട്ട് തുറന്നിട്ട് മണപ്പിച്ചു. എന്നുവെച്ചാൽ പുതിയ ബുക്ക് മണപ്പിച്ച് നോക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമാണ് ഇല്ലേ? പുതിയ ബുക്കിന് മണമുണ്ട് അല്ലേ? അപ്പോൾ മണപ്പിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല മണം ഉണ്ടോ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഇത് മണം മാത്രമല്ല, ഇത് നല്ല ഗുണമുള്ള ഒരു ബുക്കാണ്.
ഓക്കെ, മണവും ഗുണവും ഉള്ള ഒരു ബുക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഇത് മലയാളം വായിക്കാനില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുക്ക് ഞാൻ വായിച്ചു. അതിന്റെ ആദ്യത്തെ 15 പേജ് കഴിഞ്ഞ് കൃതജ്ഞത എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം വായിക്കാൻ. ഇതിന്റെ ഒരു ഗുണം അതാണ്. 69 കഥകൾ, ചെറിയ ഓരോ ഇൻസിഡൻസ് ആയിട്ടാണ്. ഏതിൽ വേണമെങ്കിലും തുടങ്ങാം. ഒന്നാമത്തിൽ തുടങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി അതിന്റെ ഏറ്റവും ബാക്സിലുള്ള കവർ പേജിലുള്ള അതിൽ വേണമെങ്കിലും തുടങ്ങാം. കാര്യം ഓരോ ചെറിയ സ്റ്റോറീസും അല്ലെങ്കിൽ ഓരോ ചെറിയ അനുഭവങ്ങളും വളരെ സിമ്പിളായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടുമാണ് ഷീജ. 1-2 പേജേ ഉള്ളൂ. നമ്മൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നല്ല അത് വായിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്ന ഒരു ബുക്കാണ്. ഐ വാസ് ഈവൻ തിങ്കിങ് ദാറ്റ് നമ്മൾ BNA കുറെ കോർ വാല്യൂസ് ഒക്കെ ഉണ്ട്. വൺ ഓഫ് ദ കോർ വാല്യൂസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, 7 കോർ വാല്യൂസ്. അപ്പൊ അതുപോലെ തന്നെ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്നതിന്റെ ഫിലോസഫി തന്നെയാണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിൽ കിടന്നിരുന്നത് ഈ എല്ലാ കോർ വാല്യൂസും അടങ്ങുന്ന ഒരു ബുക്കാണ്. കാരണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ലൈഫിന്റെ എവറി ഹ്യൂമൻ ബീയിങ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് അനദർ പേഴ്സൺ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അഗ്രി വിത്ത് മീ ദാറ്റ് you are always an extension of another human being. So therefore, anything that happens to my life will happen to your life also. It is guaranteed. There is nothing that happens to my life that will not happen to you. Everything that happens to my life will happen to you, and everything happens to her life will happen to everyone. No doubt about that. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റോറി തന്നെയാണ് ഷീജയുടെ ലൈഫിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ അത് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതൊരു നല്ല ബുക്കാണ്. ഞാൻ അതുപോലെ ഐ വാസ് കണക്ടിങ് വിത്ത് ദ കോർ വാല്യൂസ് ആൻഡ് ഐ വാസ് ഈവൻ തിങ്കിങ് that why don't we have copies of this book in the BNA office, so that whenever there is somebody who demonstrates the value of positive attitude or something connected to positive attitude, why don't we gift this book? So I'll be deciding to do that, Shija, because you can actually send 10-15 copies to my office. Without any kind of order, you just bill it and then send the bill along with the things so that we can buy it and keep it, because it's a good book. Very simple, very Manoj Varnal and വളരെ സിമ്പിൾ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ ബുക്കിന് ഒരുപാട് പേര് വായനക്കാരും അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ നല്ല ബുക്കുകൾ എഴുതാനും. ഷീജ ലൈഫ് കോച്ച് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷീജ ലൈഫ് കോച്ചോ. അപ്പൊ നമ്മുടെ ഷീജ ഒരു അഗ്രസീവായിട്ടുള്ള പറഞ്ഞ പോലെ തന്നെ അഗ്രസീവ് ബിസിനസ് ഓണർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന പക്ഷേ ഈ ബുക്ക് വായിക്കാൻ നമുക്ക് മനസ്സിലാവും 46 വർഷം എടുത്തു ഷീജയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ്. അത്രയ്ക്ക് ഒരു പല കാര്യങ്ങളും ചിന്തിച്ച് തെറ്റാണെന്നും അതിൽ വേറെ രീതിയിൽ ചിന്തിച്ചാൽ കുറെ നല്ല ഗുണങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ അത്രയും കാര്യം ഒരു കാര്യം തന്നെ 46 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് ഒരു മറയും കൂടാതെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ ഉള്ളൂ അല്ലെ. മറച്ചു വയ്ക്കുന്ന ആൾക്കാരാണ് ലോകത്ത് കൂടുതൽ. ഒരു മറയുമില്ലാതെ നടന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അതുപോലെ തന്നെ എക്സ്പ്രസ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സോ therefore you are the right person to write this book, Shija, and I take this opportunity to wish this book a wonderful circulation, lot of subscribers, and definitely let this be a starting. Today is a birth of an author, actually speaking, a good author, a very positive good author in Malayalam or English, definitely. So I wish you all the best and God bless you with a lot of opportunities to write many good books that can influence and impact the life of many other people in this world, because Malayalis are not only in Kerala. This is one community that is around the world. You can see 155 countries and you can see everywhere a Malayali. So let this book goes to all the countries, all continents, and wish you all the best. Thank you very much, and thank you for inviting me. And I'm also blessed to have share the stage with all the dignitaries. Thank you very much. Thank you, Jamin. Thank you, Anita. Thanks to the entire family. Thanks to all of you for listening to me. Thank you. Thank you so much, Anil sir, for your heartwarming speech.